ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്താളുകളിൽ ഇടം നേടിയ കടയ്ക്കൽ കർഷക സമരത്തിന് 74 വയസ്സ് പൂർത്തിയായി. കടയ്ക്കൽ മാർക്കറ്റിൽ കർഷകരിൽ നിന്നും അമിത പിരിവ് ഈടാക്കുന്നതിനെതിരെ പ്രതികരിച്ച് 1938 സെപ്റ്റംബർ 29 സർ CP-യുടെ കിരാതവാഴ്ചയ്ക്കും ജന്മിത്വത്തിനും എതിരെ കർഷകർ നടത്തിയ പോരാട്ടമാണ് കടയ്ക്കൽ സമരം. അന്യായമായ ചന്തപ്പിരിവിനെതിരെ കടയ്ക്കലിലെ കർഷകർ ഒറ്റക്കെട്ടായി പ്രതികരിച്ചു. സർ CP-യുടെ പോലീസും ഗുണ്ടകളും ചേർന്ന് ജനകീയ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഇത് പോലീസും ജനങ്ങളുമായുള്ള തുറന്ന പോരിന് ഇടവരുത്തുകയായിരുന്നു. തുടർന്ന് അന്നത്തെ കടയ്ക്കൽ പോലീസ് ഔട്ട് പോസ്റ്റ് സമരക്കാർ തീവച്ച് നശിപ്പിച്ചു. കടയ്ക്കലിൽ നിന്നും പോലീസിനെ ആട്ടിപ്പായിച്ച് 16 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്ത ജനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തിലെ അന്നത്തെ രാജാവായി കടയ്ക്കൽ വിപ്ലവ നായകനായ ഫ്രാങ്കോ രാഘവൻ പിള്ളയെയും മന്ത്രിയായി ചന്ദിരൻ കാളിയച്ചിയെയും ജനങ്ങൾ തീരുമാനിച്ചു. ജനങ്ങളുടെ നിയന്ത്രണത്തിലായ രാജ്യം തിരിച്ചുപിടിക്കാൻ പോലീസ് യുദ്ധമുറ പ്രയോഗിക്കുകയും ഫ്രാങ്കോ രാഘവൻ പിള്ളയുടെ തലയ്ക്ക് വില നിശ്ചയിക്കുകയും ചെയ്തു. 10 പേരെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച CP-യുടെ പോലീസ് കൊടിയ മർദ്ദനമുറയാണ് അഴിച്ചുവിട്ടത്. പോലീസിന്റെ മർദ്ദനത്തിനിരയായവരെല്ലാം ജീവിതാന്ത്യം വരെ രോഗികളായിരുന്നു. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ ത്യാഗോജ്വലമായ ഏടായിരുന്ന കടയ്ക്കൽ വിപ്ലവത്തിന്റെ സ്മാരകമായി ഉണ്ടായിരുന്നത് അന്നത്തെ പോലീസ് ഔട്ട് പോസ്റ്റാണ്. എന്നാൽ ഇന്ന് കടയ്ക്കൽ ടൗണിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറിനു വേണ്ടി പഴയ എയ്ഡ് പോസ്റ്റ് പൊളിച്ചു മാറ്റിയതോടെ കടയ്ക്കൽ സമരത്തിന്റെ സ്മാരകങ്ങളൊന്നും ശേഷിക്കുന്നില്ല. കടയ്ക്കൽ വിപ്ലവത്തിന്റെ പിറന്നാളും ആരും കാര്യമായി ഓർക്കുന്നില്ല. കടയ്ക്കൽ വിപ്ലവത്തിന്റെ അറിവുകൾ പുത്തൻ തലമുറയ്ക്ക് പങ്കുവയ്ക്കാൻ കടയ്ക്കൽ ഗോപിനാഥൻ പിള്ള എഴുതിയ 2 പുസ്തകങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന കടയ്ക്കൽ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്നും ലൈവ് വാർത്തയ്ക്ക് വേണ്ടി അഭിഷാൻ PR, അഞ്ചൽ.